പക്ഷെ ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്. ഇവിടുന്ന് വീട്ടിലേക്കുള്ള വഴി പാടി അവിടെ ചെല്ലുന്ന അസീസിക്ക 1.5 കൊല്ലം കഴിയുമ്പോ അവിടെ സഹിക്കാൻ വയ്യാണ്ട് വീട്ടിലേക്കുള്ള വഴി പാടി തിരിച്ച് ഇങ്ങോട്ട് വരുമെന്ന്. ചെമ്മാനം ചാക്കോ ചുമ്മാ ഇങ്ങനെ ഇന്റർനെറ്റിൽ കണ്ടതാണ്. അപ്പൊ തിരക്കേടില്ലെന്ന് തോന്നി. ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയത്. പ്രത്യേകിച്ച് നാട്ടിലേക്ക് ചെല്ലുമ്പോ അവിടുത്തെ അവസ്ഥ എങ്ങനെയായിരിക്കും ഊഹിക്കാനും കൂടുതൽ സഹായിക്കും. ആക്ഷേപഹാസ്യമാണ് പുള്ളിയുടെ ഒരു രീതി. കവിത എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഗദ്യ കവിത. കുഞ്ഞൻ തമ്പിയാരുടെയും സഞ്ജയന്റെയും ഒക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തി. അപ്പോ കേട്ട് എഴുതിയതാണ്. അക്ഷരങ്ങളൊന്നും ശരിയാണോന്ന് അറിയാൻ ക്ഷമിച്ചിരിക്കുക. പത്മനാഭൻ തൻ 4 കാശ് വാങ്ങുവാനെങ്കിൽ എപ്പോഴും കല്യാണവും സ്ഥാനവും കിട്ടും കാലം. ഓണേഴ്സ് വിദ്യാർത്ഥിയാം എനിക്ക് ഭഗവാനെ കാണുവാൻ കൈകൂപ്പുവാൻ ആശയം ധരിച്ചപ്പോൾ രാമവർമ്മ സാറിൻ തണലിൽ മേനോനെന്ന നാമധേയം പേറി തിരിച്ചേ വെറും ചാക്കോ. ക്ഷേത്രവാതിലിൽ പുറത്തൂരിയ ഷർട്ടേൽപ്പിച്ച മാത്രയിൽ പകർന്നു ഞാൻ ഹിന്ദുവായി കഴിഞ്ഞാവൂ. ചുറ്റവേ ചുറ്റും തിങ്ങും ശില്പഭംഗികൾ, മുകളിൽ പറ്റിയ ഗരുഡനാൽ തിളങ്ങും ധ്വജം, കാറ്റിൽ മുറ്റി നിന്നിടും ദിവ്യഗന്ധമൊക്കെയും മേൽമേൽ. പണ്ടെങ്ങോമൽ പൂർവികനൊരുവൻ കൈവിട്ടതാം ഹൈന്ദവ സംസ്കാരത്തിന്റെ ചേതന തിളയ്ക്കുമ്പോൾ ശ്രീകോവിൽ നടമെല്ലെ തുറന്നു. സ്വർണം പോലെ ഈ നാളം ജ്വലിക്കുമ്പോൾ കണ്ടു പെരുമ്പാമ്പിൻ മുകളിലായി ഭയമട്ടുമന്യെ കിടക്കുന്നു നാളീകരോചനൻ. കരങ്ങൾ കൂപ്പിട്ട ഞാൻ അന്നു രാത്രിയിൽ 7 വെളുപ്പിനൻ സ്വപ്നത്തിൽ വന്നു നിന്നു ശ്രീ പത്മനാഭൻ ദേവൻ. വത്സനെന്തറിയണം ചോദിച്ചുകൊള്ളു. ഭക്തവത്സല ഹൃദന്തരൻ പ്രീതനായി തിരക്കുമ്പോൾ എന്റെ സംശയം വാക്കായി തിരിഞ്ഞു. ഭാരം ജഗത്തിന്റെ നാഥനാമങ്ങുന്നു മുമ്പിൽ നിൽക്കുന്നപ്പോൾ ഇരുന്നും നിന്നും മറ്റു ദേവന്മാരെല്ലാം തരുന്നു വരം. ജനകോടികൾക്കെല്ലാ നാളും ഉഗ്രസർപ്പത്തിൻ മുകളിൽ കിടപ്പാണതെന്തേ ഭവാൻ എപ്പോഴും തലസ്ഥാന നഗരക്ഷേത്രം തന്നിൽ. ന്യായമാകുന്നു വത്സാ നിന്റെ സംശയം. ആയതയുഗം നാളിന് മുന്നവേ നിനച്ചേ ഞാൻ. കലികാലത്തിന് അന്ത്യം ഇവിടെ ജനകീയ മലിനീകരണം ഉണ്ടാകുമെന്നതിഹീനം. കുതികാൽ വെട്ടും കാലുവാരലും കുതന്ത്രങ്ങൾ ചതിയും ജനായത്ത ശൈലിയായി തരം താഴ്കെ. അത്തടിച്ചഴിഞ്ഞാടും ലിംഗാര്യ രാഷ്ട്രീയത്തെ ക്രുദ്ധനാം സർപ്പത്തെക്കാൾ എത്രയും പേടിക്കണം. നാടിനെ സ്നേഹിക്കാത്ത ഭക്തി നേതാക്കൾ സ്വന്തം താതനെ പോലും കാലുവാരിയിടും പിന്നിൽ നിന്നും. അവർ തൻ വിഹാര കേന്ദ്രാലയം തലസ്ഥാനം. അതിനാൽ സ്വയം രക്ഷ തേടണം ദൈവം പോലും. മെത്തയായി അനന്തനിൽ ശയിക്കുന്നതൻ വത്സാഭക്തരായി അവർ വന്നെന്റെ കാലുവാരാതെ മാത്രം. അപ്പോ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥയും ആകെയുള്ള മാറ്റങ്ങളും എല്ലാം കൂടെ മനമെടുത്ത് ഇദ്ദേഹം തിരിച്ച് താമസിക്കാതെ എത്തുന്നത് നമ്മൾ വിശ്വസിക്കുന്നു.